മഴത്തോട് മുമ്പിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അലീനയും കൃഷ്ണമോളാണെങ്കിലും വൈജയന്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ചേച്ചി ഇനി ഈ സത്യങ്ങളൊക്കെ മറച്ച് വെക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അലീന പറയുന്നുണ്ട്, നമ്മൾ ആ വൈജയന്തിയെ കണ്ട കാര്യവും പിന്നെ പറയുന്നുണ്ട്, അമ്മയ്ക്ക് മകളെ തിരിച്ചറിയാൻ പറ്റിയെങ്കിലല്ലേ ആ സ്നേഹം, മകൾക്കുള്ള സ്നേഹം തരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ അലീനാണെങ്കിൽ സങ്കടത്തോടെയൊക്കെ നമ്മൾ ആ കൃഷ്ണമോളത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ ഹരിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മനുവിൻ്റെ അടുത്ത്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതൊന്നും അത്ര പെട്ടെന്ന് നടക്കത്തില്ല മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മനുവിൻ്റെ അച്ഛനൊക്കെ പറയുന്നുണ്ട്, തിരിച്ചറിയൽ പരേഡിലാണ് എനിക്കൊരു പ്രതീക്ഷയുള്ളത്, ആ പെൺകുട്ടിയാണെങ്കിൽ ഹരിയെ തിരിച്ചറിയാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ മനു പറയുന്നുണ്ട്, അതുകൊണ്ട് ആ പ്രതീക്ഷയൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്, അവർ ഒരുപാട് നാൾ പ്രണയിച്ച് നടന്നതല്ലേ, എന്തായാലും ഹരിയെ അവൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ കമലേട്ടത്തി പറയുന്നുണ്ട്, ഹരിയാണെങ്കിൽ അവൾക്ക് മനസ്സിലായ എന്തായാലും ഉറപ്പായിട്ട് രോഹിയും ആ പെണ്ണിന് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാലേന്ദ്രൻ ഈ ഓടി നടന്നതൊക്കെ വെറുതെ ആവും, നമ്മൾ ആ രോഹിത്തിന് ജാമ്യം കിട്ടത്തില്ല എന്നൊക്കെ പറയും. ശരണ്യടുത്താണെങ്കിൽ വീണ്ടും പാർട്ടിക്കാരൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും മൊഴി മാറ്റിയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ശരണ്യടുത്ത് വീണ്ടും വന്നൊക്കെ അവർ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരണ്യ കോടതിയിൽ വരുന്നതും ജഡ്ജിയാണെങ്കിലും ശരണ്യയുടെ മൊഴി കേട്ടിട്ടാണെങ്കിൽ വിധി പറയാൻ വേണ്ടിയുള്ള ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ഒടുവിൽ പ്രൊമോ റിവ്യൂവിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.